ഹലോ. ആ എന്തുപറ്റി? എന്താ മാറിക്കുന്നേ? ഹേ എന്താ രാവിലെ പാട്ട് പറഞ്ഞു എന്തെങ്കിലും? ആ അതേട്ടാ, ഞാൻ ചെയ്തത് തെറ്റായി പോയെന്നൊരു തെറ്റോ? നീ എന്തിനെ പറ്റി പറയുന്നേ? അത് എന്നോട് അവളെ കാണരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ നീ ഞാൻ നാളെ പോയി കണ്ടു. എന്ത്? അതേട്ടാ, ഇതൊക്കെ എപ്പോ? അത് പറ്റിപ്പോയി. എന്നിട്ട് എന്നിട്ടെന്താ, നല്ലൊരു വെച്ച്. എന്തോ? എങ്ങനെ? എടാ, നീ ചുമ്മാ ഇരി. ചെയ്യേണ്ട വൃത്തിക്കേട് എല്ലാം ചെയ്തു വെച്ചിട്ട് കൊച്ചു കൊള്ളാത്ര. എടാ, അത് പിന്നെ ആ സിറ്റുവേഷൻ അവന്മാരെ കൂടി എഴുതിയപ്പോ ഞാൻ അങ്ങ് പോയി. ഓഹോ, അപ്പൊ ഇത് അവന്മാരെ പരിപാടിയാണ്. അന്നോ ആ എടാ, ഞാൻ ഇറങ്ങുവാണ്. ചെല്. പിന്നെ നിനക്ക് ഓർമ്മയില്ലല്ലോ. കുഴപ്പമില്ല, ഒരു കൈ നോക്കാം. അപ്പൊ ശരി, ചെല്. നമസ്കാരം. നമസ്കാരം. ഞങ്ങള് രണ്ട് സുഹൃത്തുക്കളാണ്. വരന് വേണ്ടി പെണ്ണ് വയ്ക്കാനാണ് വന്നത്. ചോദിച്ചോളൂ. അഗ്നിരസ്യ പൗര്യപുസ്യ താത്രദസ്യ ത്രയാശ്രയ പ്രവരാശ്രിത ഷഡമർഷണ ഗോത്രേ ഭവസ്യ. അങ്കിരസ് പുരുപുസ്യം തുടങ്ങിയ ജനിച്ച ഷഡമർഷന എന്ന ഗോത്രത്തിൽ പിറന്ന മഹാദേവ് ശർമ്മണപുത്രായ മഹാദേവ് ശർമ്മയുടെ മകനും അർണവ് മഹാദേവ് ശർമ്മണിവരായ അർണവ് മഹാദേവ് ശർമ്മ എന്നവരനു വേണ്ടി ഗോപാല ശർമ്മ നത്രിത ഗോപാല ശർമ്മയുടെ 4ാം തലമുറയിൽപ്പെട്ടവളും ഗോപാലകൃഷ്ണ ശർമ്മണ പൗത്രിയും ഗോപാലകൃഷ്ണ ശർമ്മയുടെ ചെറുമകളും ഗോപാല ശർമ്മണീ പുത്രിയും ഗോപാല ശർമ്മയുടെ മകളും ബാലനാരായണ സൂത്ര യജുർഷാഖാധ്യായിയും ബാലനാരായണ സൂത്രവും യജുർവേദ്യവുമായ കനിമൊഴി നാംനേ ഭവനീയാം കന്യാം. കനിമൊഴി എന്ന കന്യകയെ വിവാഹം ചെയ്തു നൽകാനായി താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിന് സമ്മതമാണെന്ന് ഞങ്ങൾ കരുതുന്നു. പൂർണ്ണ സമ്മതം. ആഹാ, ரொம்ப நல்லாவே முடிச்சிட்டீங்களே. അപ്പൊ എന്ത് സടങ്ങ് முடிஞ்சது? சரி, அப்ப போய் எல்லாருமே ஆக வேண்டிய வேலையை பாருங்க. Hey, that was so interesting, right? Yeah, it's so. ഞാൻ വിചാരിച്ചു തെറ്റിക്കുന്നു. സത്യത്തിൽ ഞാൻ അവിടെ നിന്നൊക്കെ മറന്നുപോയതാ. പുള്ളി പറയുന്നതിന്റെ പിന്നാലെ പിടിച്ചു പോയോണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി അല്ലേട്ടാ. എന്തായാലും നല്ലപോലെ തീർത്തു. மொழி, நீ ஓகேவா? எனக்கு கொஞ்சம் டென்ஷனா இருக்கு. என்னடி பண்றது? ஏய், எதுக்குடி டென்ஷன்? எல்லாருமே நம்ம ஆளுங்க தான். அப்புறம் பையனோட அப்பா அம்மா, ஃபேமிலி ஃப்ரெண்ட்ஸ் அவங்க மட்டும்தான். அவங்களும் இருப்பாங்களே. ஏய், அண்ணாவுக்கு கேட்கத்தான் முடியும், இங்க வர முடியாதே. அது மட்டும்தான் எனக்கு கொஞ்சம் ரிலீஃப். ஏய், நீ பயப்படாம சும்மா இரு, நாங்க பாத்துக்கிறோம். நீ பெருசா எதுவும் சிந்திக்க வேணாம். இங்க இருந்தே பாடிக்கோடு, அங்க எல்லாம் போக வேணாம். இங்க இருந்து எப்படி? பரவாயில்லடி, நான் அம்மா கிட்ட சொல்லிக்கிறேன். வேணாம், அவன் திட்டுடுவான். திட்ட மாட்டேன், நான் சொல்லிக்கிறேன். ஏய், நான் இந்த குழந்தைகளுக்கெல்லாம் பாட்டு சொல்லி கொடுக்கறேன். நான் அப்படி பயப்படுறேன் தெரிஞ்சானா அம்மா என்ன கொன்னே போட்டுவா. இவ ஒருத்தி. அப்ப என்னதான் பண்றது? பரவாயில்ல, நான் அங்கேயே வந்து பாடிக்கிறேன். சரி. ஆமா, என்ன பாட போறோம்? எனக்கு தெரியலடி, ஏதாச்சும் பாடணும், அவ்வளவுதான். சரி, ஓகே. எனக்கு பாட்டு கிடைக்கலன்னா அதை போட்டோ எடுத்து பாரு, கிடைப்பா. ஏய், நீ ரொம்ப தான் ஆடுற, ஒதுங்கி நினைக்கும். நான் என்ன நீ பண்ண? எனக்கு கொஞ்சம் தண்ணி கிடைக்குமா? இரு, நான் கொண்டு வரேன். ഹേ, ஹாய்ங்க. അമ്മ சொன்னா താൻ ഇന്ന് എനിക്ക് വേണ്ടി പാട്ടൊക്കെ പാടുന്നു, ശരിയാണോ? ஏன்னா കേട്ടില്ലേ? கேட்டேன். உங்களுக்கு இது தெரியாதா? ഞാനത് ആദ്യമായിട്ടാ കേൾക്കുന്നത്. എന്താ ഓളൊക്കെ? நான் ஓகே தான். തനിക്ക് ടെൻഷൻ ഉണ്ടോ? இல்லையே, ஏன் கேட்ட? ഇല്ല, എനിക്ക് സംസാരിച്ചപ്പോ അങ്ങനെ തോന്നി. இல்லங்க, எனக்கு எந்த பிரச்சனையும் இல்ல. അല്ല, എന്താ പാടാൻ പോന്നെ? அது ஏய் மொழி, இந்த தண்ணி. ഹലോ ഹലോ, കട്ട് ചെയ്തു. എന്താണ് ഇവിടെ കളി ചുറ്റിക്കളി? അമ്മ ആരാണ് വിളിച്ചേ? ഏയ്, ഞാനിതിങ്ങനെ വെറുതെ. മനസ്സിലായി. ഓ, അപ്പോ മനസ്സിലായതിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കടാ. അവളൊന്നും എനിക്ക് വേണ്ടി പാട്ട് പാടാന്ന് പറഞ്ഞില്ലേ? എന്ത് പാട്ടായിരിക്കും പാടാൻ പോകുന്നേ? ആ എന്താ കോമൺ ആയിട്ടൊരു പാട്ടില്ലേ?
എന്റെ പൊന്നുവിനെ, നീ ഇവ ചോദ്യങ്ങൾ വെച്ച് എന്നെ വെറുതെ കുഴപ്പിക്കാതെ. പറയമ്മ, ജസ്റ്റ് ഒന്ന് അറിയാനല്ലേ. അതൊക്കെ എന്റെ പൊന്നുമോൻ അവിടെ ചെല്ലും പറഞ്ഞാല്. പറയമ്മ. എടാ, ആളൊരു പാട്ടുകാരിയാ. ഇവിടെ പിള്ളേരൊക്കെ പാട്ട് പഠിപ്പിക്കുന്ന കേട്ടെ. അങ്ങനെയുള്ള സ്ഥിതിക്ക് ചിലപ്പോൾ നിനക്ക് വേണ്ടി പാട്ട് പാടുമായിരിക്കും. പാട്ട് പാടും? പിള്ളേരൊക്കെ പഠിപ്പിക്കുന്ന അമ്മയാ പറഞ്ഞത്. ഓ, സ്വന്തമായിട്ടപ്പോ ഒരു സ്പോട്ടിഫൈ ഇടും അല്ലേ? പോടാ, നീ പോടുന്നോട്ട് വിളിച്ച. ഞാൻ വെറുതെ ഒന്ന് കയറി നോക്കിയതാ. അപ്പൊ ഇവന് വരാൻ പറ്റില്ല അമ്മ? ഏയ്, ഇതിന് വരാൻ പറ്റത്തില്ല. അതെന്താ ഏർപ്പാടാ? എനിക്ക് വേണ്ടി പാടുന്നോടെ എനിക്ക് കേൾക്കണ്ടേ? എന്നുവെച്ച് ആചാരമൊക്കെ വേണ്ട നോക്ക. അമ്മ നീ വന്നു, പക്ഷെ കൊച്ചിനെ കാണാൻ പറ്റത്തില്ല. പിന്നെ എടാ, നിനക്ക് കേട്ടാ പോരെ? കേട്ടിട്ടെന്താ വേന? അതൊക്കെ ആയിക്കോളും. തൽക്കാലം എന്റെ പൊന്നു പോവാ, അമ്മ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട, വിശപ്പൊക്കെ പോയി. ഓ, കൊച്ചിനെ കാണാൻ പറ്റില്ല പറഞ്ഞോണ്ടോ? ചേട്ടാ, ഞാൻ ചുമ്മാ ഇരുന്നേ. ആ, ഇങ്ങനെ ചൂടാകാതെടാ. നിനക്ക് ഞാൻ വീഡിയോ ഉണ്ടാക്കാം പോരെ? എനിക്കൊന്നും വേണ്ട, മാറും. ഹർലോ, പാവൻ, അവന്റെ ഒരു അവസ്ഥ. തേൻമൊഴി കണ്ണീനു കണ്ണാമെൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈമണി നീ മാർഗഴി തിങ്കളൻ മടുമലർമണിത്തട്ടിലിൽ പൊന്മാനോ പാൽക്കനവോ ജീവനിൽ ഒഴുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നിർമല്യമാ നിലാവായി തേടി വരാം ഞാൻ നീ എൻ്റെ സന്ധ്യയല്ലേ ഇതെന്ത് കോലമാണ്? കാശയാത്രയ്ക്ക് പോകുമ്പോ എങ്ങനെയുണ്ട്? കാശയാത്രയ്ക്കോ? എന്തിന്? ആ, ഇതൊരു ചടങ്ങാ. വാട്ട്? കാശയാത്രയ്ക്ക്
അതായത് വരൻ എല്ലാം ഉപയോഗിച്ച് കാശിയാത്രയ്ക്ക് പോകാൻ നിൽക്കുമ്പോ വധുവിന്റെ അച്ഛൻ വന്ന് പറയും കാശിയാത്രയ്ക്കൊന്നും പോണ്ട, എന്റെ മോളെ നിനക്ക് കെട്ടിച്ചേരാന്ന്. അതോടുകൂടി എല്ലാ ചടങ്ങുകളും അവസാനിക്കും. ഓ, അപ്പൊ നീ ഈ ഡ്രസ്സിലാണോ പോകാൻ പോകുന്നത്? എങ്ങനെയുണ്ട്? കുറ്റം പറയാൻ വിചാരിക്കരുത്, നല്ല രസമുണ്ട് കാണാൻ. പൊടി. ഹേ, കുഴപ്പമൊന്നുമില്ലടാ, നല്ലതാ. എന്നാൽ ഈ കോലത്തിൽ പോലെ അവളുടെ മുമ്പിലേക്ക് വരണ്ട, അതൊരു ബെറ്റർ. ഞാൻ പറഞ്ഞതാ അപ്പോഴേ എനിക്കിതൊന്നും വേണ്ടാന്ന്. ഒന്ന് പോടാ, ഇതൊക്കെ ഒരു ത്രില്ല്, നീ ചെയ്യ്. സന്തനവാസം കൂടി വരാം മാലേ മഞ്ചൾ മന്ദിരമൊലി കണ്ണുക്ക് നിറഞ്ഞ കല്യാണം விருதுகள் முடிந்து விட்டது. காசி யாத்திரைக்காக போகிறேன். போக வேணாம் சொல்லு, காசி யாத்திரைக்கு போக வேணாம். என்னுடைய குமாரி സൗഭാഗ്യവതി കനിയെ താങ്കൾക്ക് ഇൻறைய ദിന സുബലഗ്നത്തിൽ കന്യകാദാനം ചെയ്തു തരികേൻ. വിവാഹ മണ്ഡപത്തിലേക്ക് കൂപ്പിടുങ്കോ. ഇതിന്റെ ബാഗ് ഉണ്ടായിരുന്നോ? അതിനെ നിർബന്ധം നിർത്തായിരുന്നു. ആ അവള് കൊണ്ടുവന്നതാ, രാവിലെ കൊണ്ടുവന്നു. ശേ, ഇതിവിടെ പോയി. നീ എന്റെ ബാഗാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ, അവനെ തിരിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി. എന്തിന്? അവന്റെ ഡ്രസ്സൊക്കെ അതിലല്ലേ? നീ ഉയരുത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. ആരാജ് ചെല്ലാൻ നോക്ക്. ഞങ്ങൾ അങ്ങോട്ട് വരണോ? ആ കുട്ടിയോട് ഇങ്ങോട്ട് വരാൻ പറ. ഇവിടെ വിളിച്ചാൽ മതിയോ? ആ, അതല്ലേ എളുപ്പം. ആ, നോക്കെ ഞാൻ വിളിച്ചിട്ടില്ല. അമ്മ, എന്നുവെച്ച് ആ വെറ്റിലെടുത്തേക്ക് എവിടെ വെച്ചിരിക്കുന്നേ? ഞാൻ ராமுக்கு கொடுத்துட்டேனே. ഓ, ഇവനൊക്കെ ഇത്. അല്ല, അമ്മ ഡ്രസ് വാങ്ങില്ലേ? ഞാൻ പാത്തുக்கிறேன். முதல்ல നീ പോയി റെഡിയാക്ക്. ഉറപ്പാണല്ലോ, എന്നെ സഹായിക്കണം. വേണം അമ്മ. ആമാ, അരുൺ എങ്ക? അവങ്കത്താ இருக்கா? അല്ലമ്മേ, അവനെ കൊണ്ട് മുണ്ടുവാ തുടിപ്പിച്ചാ പോരെ? போதும். അതെ, അവന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. அவங்களோட வெயிட் பண்ண சொல்லு. முதல்ல இந்த சடங்கு முடியட்டும். ആ ശരിമ്മ. സർ, ഉങ്ങളോட ഡ്രസ്. ഹലോ, ഡ്രസ്സിംഗ് ഒക്കെ നമ്മൾ ചെയ്തോളാം, നീ നിർത്തിക്കുന്നു. ഇല്ല സർ, എന്താ വേഷ്ടി? ഞങ്ങൾ നോക്കിക്കോളാം. നീ ഓക്കെ സർ. ഞാൻ ഇതൊന്നും നമുക്ക് പറ്റിയ പരിപാടിയാണ്. ഏയ്, നമുക്കറിയാം. ഷട്ടപ്പ്. നമുക്ക് കണ്ടാ മതി. ഇതിപ്പോ എങ്ങനെ ഒന്ന് നടക്കുന്നില്ലല്ലേ? തുള്ളിക്കളിച്ച് വന്നപ്പോഴാണ് എനിക്ക് തോന്നി. തൽക്കാലം നീക്ക് പുറത്തേക്ക് എന്റെ പിള്ളേരെ കയറ്റിട്ടെ. അല്ലടാ, ഞങ്ങളിത് മതി ചെല്ലും. ടെൻഷൻ ഉണ്ടോടാ? കുറച്ചൊക്കെ. അർണവ്, ദിസ് ഈസ് ദ മൊമെന്റ്. എല്ലാവരുടെയും അതോടെ എല്ലാരും മുമ്പിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരും കാണും. ഓ, ഐ ആം സോ എക്സൈറ്റഡ്. Me too. ഈശ്വര, എന്റെ കല്യാണം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ. എന്തായാലും കഴിഞ്ഞ ഉണ്ടായിരിക്കും. വൈഭോഗമേ പവനജ സ്തുതി പാത്ര പാവന
रवि सोमवरनेत्र रमणीय गात्र सीता कल्याण वैभोगमे रामा कल्याण वैभोगमे भक्तजन परिपाल बरिदक्षर जाल मुक्ति मुक्ति दलील भूदेव पाल कल्याण वैभोगमे रामा कल्याण वैभोगमे 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 எல்லாம் நல்ல രീതിக்கு என்ன കഴിഞ്ഞு எல்லாமே ஆமா ஒரு பொண்ணோட அப்பாவா இருந்த இப்பதான் கொஞ்சம் நிம்மதியா இருக்கு. நீங்க எல்லாருமே ஏன் இங்க இருக்கீங்க? அதுக்குள்ள போங்க. ഞങ്ങൾ വെറുതെ അർമാനെ കൂടെ ഇരുന്നതാ. என்ன மாப்பிள்ள பொண்ணு பார்க்க வேணாமா? பார்க்கணும். அப்படின்னா போங்க. என்ன பார்த்துட்டு இருக்கீங்க? ஏய் வாடா. அப்புறம் மாப்பிள்ள ஆ எங்க பொண்ணு டச் பண்ண கூடாது புரியுதா? അതാണ് അങ്ങനെ പറഞ്ഞു. ഏയ് சும்மா இரு. അതൊന്നുമില്ല തമ്പി, ഇങ്ങോട്ട് ശാന്തി മുഹൂർത്തത്തിക്കാണ് ഡേറ്റിന് കൊടുക്കല. അതാവുമ്പോ சும்மா சாந்தி முகூர்த்தம் என்னாச்சா? சாந்தி முகூர்த்தம்னா பரவாயில்லங்க, நான் சொல்லிக்கிறேன். சரிங்கப்பா. ஆமா என்ன கூப்பிட்ட? இது மொழியோட அப்பா. மொழியோட அப்பானா உனக்கும் அப்பா. சரிங்கம்மா. அப்ப எனக்கு சரிங்கப்பா. சரிக்கண்ணா. അല്ലടാ എന്തുവാ ശാന്തി മുഹൂർത്തം എന്ന് വെച്ചാ? ഷാദി മുഹൂർത്തം എന്ന് വെച്ചാ നമ്മുടെ രണ്ടുപേരുടെ നാളും പിന്നെ വിവാഹം കഴിഞ്ഞ മുഹൂർത്തമൊക്കെ വെച്ചിട്ട് ഒരു ഡേറ്റ് എടുക്കും. അന്നായിരിക്കും വരനും വധുവും അതേ വീട്ടിൽ ഷെയർ ചെയ്യുന്നത്. ഫിസിക്കലി? ആ ഓ ഇതിന് മുഹൂർത്തമുണ്ടോ? അങ്ങനൊക്കെ ഉണ്ട്. ഈ മുഹൂർത്തമൊക്കെ എടുത്ത് പറയുമ്പോ അന്നത്തെ ദിവസം എല്ലാവർക്കും അറിയായിരിക്കും. റൂമില് അങ്ങനൊക്കെ തന്നെ. ഓ ചുമ്മാ നല്ല അവളമാര് എന്റെ ആചാരത്തിൽ കിടന്ന് തോന്നുന്നേ. എല്ലാം കൂടി ഒരു രസമൊക്കെ ഉണ്ട്. അല്ല ഇപ്പൊ ഇന്നൊന്നും നടക്കില്ലേ? ഷേ ഇതൊരുമാതിരി. ദൈവത്തോട് നീ ഉദാഹരണം ഒന്നും പറയരുത്. അല്ല മതി മതി ചെല്ലു. അല്ലപ്പോ നീ വരുന്നില്ലേ? ഞാനിവിടെ അല്ല, അവിടെ. എവിടെ? മൂന്ന് വീട്ടിലോ? ഓ എന്നിട്ടെന്താ, നാളെ കൂടെ പോരും. അത് കഴിഞ്ഞാ നെക്സ്റ്റ് ഫ്ലൈറ്റും കയറണം. ഓ അപ്പൊ ശാന്തി മുഹൂർത്തം? അതൊക്കെ അവരൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പറയൂടാ, അപ്പോഴായിരിക്കും. അപ്പൊ നിങ്ങളോട് നാട്ടിലേക്കേണ്ട ആവശ്യമില്ല. ഹേയ് അതൊന്നും വേണ്ട. എന്താ കേടാ ചെല്ലു. ശരി. Can I come in? வாங்க. This journey in. Wake me up. Need to breathe again. You look so nervous. Hey, Mary, are you okay? நான் ஓகேதான். வெள்ளம் வேணும். இல்ல இந்தாங்க. എന്ത് அவங்க கொடுக்க சொன்னாங்க. പാലാണോ? ஆ, ഹേ എനിക്ക് വേണം. താൻ കഴിച്ചോ? இல்ல எனக்கு കുടിച്ചോ? രാവിലെ കുറെ ടെൻഷൻ അടിക്കുന്നല്ലേ? இல்ல அவங்க சொன்னாங்க நீங்க சாப்பிட்டதுக்கு அப்புறம் தான் நான் சாப்பிடணும். What? உங்கள்கிட்ட யார் அதெல்லாம் சொல்றது? அம்மா மாமி அவங்கெல்லாம். அப்படியே ஒன்றும் இல்லை. நீ முதல்ல சாப்பிட்டு. இல்ல நீங்களும் மட்டும் சாப்பிட்டுக்கோ. அதான் நான் சொல்றேன்ல, சாப்பிட்டு. இல்ல See, we are partners, so we have to share everything. Happiness, sadness, families, food, etc., etc. You know, boys.
Yeah, you have to share with me. நான் இந்த பால் எதுக்கு தெரியுமா? இந்த பால் நான் குடிச்சு செக் பண்ணணும், அதுக்கப்புறம் தான் நீ சாப்பிடணும். எனக்கு தெரியும். இது நான் குடிச்சு செக் பண்றது நீ சாப்பிடணும் இல்ல, நீ குடிச்சு செக் பண்றது எனக்கும் சாப்பிடலாம். எதாச்சு? இல்ல, நீங்க ரொம்ப ஓப்பனா பேசுறீங்க. ஓ, ஆனா நான் இப்படிதான். எல்லாமே ஓப்பனா பேசுவீங்களா? அதுக்கும் தான். இல்ல, உங்ககிட்ட எல்லாம் பேசும்போது கூச்சமா ஃபீல் பண்ணலையா? எதுக்கு? நீ பொண்டாட்டி, நான் எதுக்கு கூச்சு பண்ணும்? ஓ சாரி. சாரி, எதுன்னு? எதுவும் இல்ல. மொத்தல கிடந்தாலும். இல்ல, இந்த பால். ஓ சாரி, குடிக்க இதுதான் மாதிரி இல்லங்க, குடிக்கிறோம். என் கனவே காற்றாக நீ இருப்பாய், நீ எந்த நறு இட்ஸ் டேஸ்டி. ஒன்றும் இல்லை, கிடந்தோம். நீங்க வரலையா? வரணும். நான் அப்படி சொல்ல, உங்களுக்கும் படுக்க வேணாமா? അതാ എന്റെ പൊന്നു വെച്ചേ, നീ ഇങ്ങനെ നടന്ന് ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഒന്നും ചെയ്യില്ല. നമുക്ക് ഈ ഫോണിൽ കൂടെയുള്ള സംസാരം മാത്രമേ അറിയൂ. അതിൽ കൂടുതൽ തനിക്ക് എന്നെ എനിക്ക് തന്നെ അറിയില്ല. സോ പിന്നെ തൊഴിലൊന്നും ഞാൻ പറയില്ല. യു മൈ വൈഫ് ആൻഡ് ഐ ആം യുവർ ഹസ്ബൻഡ്. തനിക്ക് എന്നെ പോകണമെങ്കിൽ തൊടാം. ഐ ഡോണ്ട് ഹാവ് എനി ഇഷ്യൂസ്. എന്ന് വെച്ചാൽ തന്നെ ബുദ്ധിമുട്ടാക്കില്ല. ഹസ്ബൻഡ് എന്നുള്ള അവകാശം അതെന്നെ തന്നെ ഉണ്ടാവും. ആൻഡ് മെയിൻലി ഐ എം നോട്ട് ജെന്റിൽമാൻ. സോ വൈഫ് എന്നത് വരും അത് ഞാൻ കാണിക്കും. கடவுளே முடியுது. எனி ப்ராப்ளம்? இவங்க ஏன் இப்படி பிஹேவ் பண்றாங்க? ஸ்கூல்ல ரொம்ப நல்ல நான் தெரிச்சு. Of course I'm a good boy. But எந்த இடத்துல I don't want to be a good boy.